ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡെയിലി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ എല്ലാ കിച്ചണിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാൻ ക്ലീൻ ചെയ്തതിനായിട്ട് വന്നത്. അപ്പം നമ്മുടെ കിച്ചൺ ആണെങ്കിലും കുറച്ചധികം നന്നായിട്ട് എല്ലാം ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നോയ്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം വാതിലടച്ചിട്ടേക്കാണല്ലോ അപ്പുറത്തെ തൊട്ടടുത്ത വീട്ടിൽ നല്ല സ്പീക്കറിൽ സൗണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എതിർപ്പ്. പിന്നെ പാച്ചു എൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട്, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഇൻട്രപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാദ്യം തന്നെ സോറി പറയുന്നു. പിന്നെ ഞാനെല്ലാം പിന്നെ മാറാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കളയുന്നുണ്ട്. ഈ ചൂല് വെച്ച് തൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പോകട്ടെ. പൊടിയുള്ളതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് മാറാല വരുന്നുണ്ട്. പിന്നെ ഫാനാണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സൺഡേ ഇച്ചാനും കൂടി ഉള്ളപ്പം ഇച്ചാനാ സാധാരണ ഫാനൊക്കെ ക്ലീൻ ചെയ്യാറ്. എനിക്കൊന്നും അത് എത്തത്തില്ല. അപ്പോൾ പിന്നെ ഇച്ചാനുള്ളപ്പോൾ ഇച്ചാനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ ദിവാൻ്റെ കവർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ അവനെപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കുന്നതുകൊണ്ട് അധികം നേരമൊന്നും അത് ഇടാൻ പറ്റത്തില്ല. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇന്നലെയാണ് തണ്ണിമത്തനൊക്കെ കഴിച്ച് അതിൽ നിറയും പറ്റിച്ചുകൊണ്ട് ഞാൻ എടുത്ത് രാവിലെ തന്നെ കഴുകാനിട്ടു കേട്ടോ. ഞാനത് ക്ലീൻ ചെയ്തതിനിടയ്ക്ക് ഞാൻ കസേര ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലായിടത്തും പുറത്തേക്ക് ഇട്ടിട്ടാണ് തൂത്ത് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ തൂത്ത് പോകുകയും ചെയ്യാം. പിന്നെ ഫാൻ ഓഫ് ആക്കുന്നതുകൊണ്ട് അവനധികം നേരം ചൂടത്തിരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേഗം എല്ലായിടത്തും പുറത്തിട്ടിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് തൂത്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ നിലത്തിറങ്ങിയെന്ന് വണ്ടി ഓടിക്കുന്ന കേട്ടോ. അവന് ഞാൻ എൻ്റെ അടുത്ത് മാറ്റി കസേരയിൽ കയറ്റി ഇരുത്തുമ്പോൾ അവൻ ഇറങ്ങാൻ വേണ്ടി തന്നെ വണ്ടി എടുത്ത് താഴത്തോട്ടിടും. പിന്നെ ഞാനത് 1-2 തവണ എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നോർത്ത് വേഗം തന്നെ ഞാൻ അവിടെയൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഇതടിച്ച് കഴിഞ്ഞിട്ട് വേണം റൂമും എല്ലാം ഒന്ന് തൂത്ത് വാരിയിട്ടിട്ട് വേണം കിച്ചണിൽ ചെയ്യാൻ വേണ്ടി. ഇവൻ ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. അവനുള്ളപ്പോൾ തന്നെ ഞാൻ ചെയ്ത് തുടങ്ങും എല്ലാ പണികളും. പിന്നെ അവൻ ഉറക്കം വരുമ്പോൾ പോകും. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ രാവിലെ തുടങ്ങിയാൽ ഒരു പണി ചെയ്ത് തീരാൻ ചിലപ്പോൾ വൈകുന്നേരം ആകും. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ പുറകെ പോക്കും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവൻ്റെ തുണിയൊക്കെ വിരിച്ചിട്ട് എല്ലാം ഒന്ന് വീണ്ടും എടുത്ത് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു കേട്ടോ. പാച്ചുവിനിപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും മേടിച്ച വണ്ടിയാണെങ്കിൽ പോലും ഇപ്പം നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവനെ എടുത്തിട്ട് ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട്. ഹായ് പറഞ്ഞ് പാച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ പാച്ചു TV കേട്ടോ. TV നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും അവൻ ശ്രദ്ധിക്കത്തില്ല. പിന്നെ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവനെ ഞാൻ കൊണ്ടേ ഉറക്കി. എന്നിട്ടാണ് കിച്ചൺ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അവൻ ഉറക്കം വരാൻ തുടങ്ങിയായിരുന്നു. അപ്പം കിച്ചണിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എല്ലാം തന്നെ എനിക്ക് താഴത്തൊന്നും വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിലും താഴെ വെക്കാൻ പറ്റില്ല. ഇവനെല്ലാം എടുത്തുകൊണ്ട് പോകും. താഴെ ചെറിയൊരു അരിയൊക്കെ പച്ചരിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ടിന്നൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും എടുത്തുകൊണ്ട് ഹാളിൽ പോകും. എന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാനൊക്കെ പോകും. ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്ത ടിന്ന, പക്ഷെ അതിൽ ചവിട്ടി കയറാനും തുറക്കാനൊക്കെ നോക്കും. പിന്നെ അരിപ്പാത്രം എപ്പോഴും തുറക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു സ്റ്റൂളിട്ട് മൂടി വെച്ചേക്കുവാണ്. അതാകുമ്പോൾ സ്റ്റൂൾ പൊക്കിയിട്ട് വേണം എല്ലാവരും എടുക്കാൻ. അതിനകത്ത് കൈയിട്ട് വരാൻ പറ്റില്ല. അരി വാരി കളയത്തില്ല, അങ്ങനെ കളയാറൊന്നുമില്ലെങ്കിലും അത് കൈയിട്ട് പോകും. എപ്പോഴും കളഞ്ഞാലോ എന്ന് ഓർത്ത് പിന്നെ ഞാനത് മാറ്റിയത്. ഇവിടെയൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് ഓർത്ത് കുറേയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കും. അങ്ങനെ കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ എടുത്ത് ഞാൻ കളഞ്ഞു. പിന്നെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇട്ട് വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. തലേദിവസം വൈകുന്നേരം ഞാൻ പാച്ചുവിന് വൈകിട്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അങ്ങ് പൂരി ഉണ്ടാക്കി കൊടുത്തന്നെ കുറച്ച് എണ്ണ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ട, ഒറ്റത്തവണ യൂസ് ചെയ്തത് കളയണ്ടെന്ന് ഓർത്ത് എടുത്ത് മാറ്റി വെച്ചു. വേറെ എന്തെങ്കിലും എടുക്കുമോ അല്ലെങ്കിൽ അവൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എടുക്കാമെന്ന് ഓർത്ത് വെച്ചു. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ആ സൈഡിൽ 2 ട്രേയിലായിട്ടാണ് ഞാൻ പാത്രമൊക്കെ ഇട്ട് വെച്ച് കഴുകിയ പാത്രമെല്ലാം കമറ്റി വെക്കാറ്. അപ്പം അതിൽ ഒരു പാത്രം എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. താഴെ കഴുകുന്നതിൻ്റെ സിങ്കിൻ്റെ താഴത്തേക്ക് തന്നെ അത് മാറ്റി വെക്കാമെന്ന് വെച്ചു. സ്ലാബ് എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുന്ന ഇഷ്ടം. ഇവിടെ ടിന്നുകൾ വെക്കാനോ അങ്ങനെ കബോർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം തന്നെ ഇവിടെ ഞാൻ സ്ലാബിൽ നേരത്തെ താഴത്തൊക്കെ വെക്കുമായിരുന്നു. പാച്ചു എടുത്തുകൊണ്ടൊന്നും പോകില്ലായിരുന്നു. അപ്പം ഇപ്പം പിന്നെ പാച്ചുവിന് എന്ത് കിട്ടിയാലും വേണ്ടതുകൊണ്ട് ഞാൻ എല്ലാം മുകളിൽ കയറ്റി അവൻ്റെ കയ്യെത്തത്തില്ലാത്തടത്ത് വെക്കാൻ വേണ്ടി മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഏരിയകളും ഇതൊന്നും ഡെയിലി തൂക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വിട്ടുപോകുന്ന ഏരിയകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയൊക്കെ നന്നായിട്ട് തൂത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേ പുൽത്തൈലില്ലേ അതിട്ട് തൂക്കുന്നത് എനിക്കിഷ്ടമാണ്. അതിനിടയിൽ എൻ്റെ അനിയത്തിനെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേഗം തന്നെ പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, ബോറടിക്കൂലോ എന്ന് ഓർത്തിട്ട്. പിന്നെ വേഗം ടിന്നും എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി പൊടി വരും. എത്രയൊക്കെ തൂത്താലും വീണ്ടും പൊടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി
ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ വലിയ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. കുറച്ചുകൂടി ഒന്ന് നീറ്റാക്കി പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു. വാക്യൂം ക്ലീനർ വെച്ചൊക്കെ ഇടയ്ക്ക് ഞാൻ പിടിച്ച് നോക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാനത് എടുക്കാറില്ല. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാചകം അത് എടുത്തുകൊണ്ട് നടപ്പായിരിക്കും. എന്ത് ചെയ്താൽ തിരിച്ചു കൊണ്ടാകത്തില്ല. അതിൻ്റെ ഓരോ പാർട്സൊക്കെ ഊരി എടുത്തുകൊണ്ട് നടക്കും. അപ്പം അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഇതിൻ്റെ പല പണികൾക്കും ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാചകം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് തൂത്ത് വരാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തൂത്തുവാരി ചുക്കരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാറാലൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പം പിന്നെ എഴുന്നേറ്റ് നടപ്പുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഈർക്കിലെടുത്തുകൊണ്ട് നടപ്പുണ്ട്. ഞാനത് വാങ്ങാനായിട്ട് കുറേ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ ഈ ഒരു പൈപ്പ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ പോലത്തെ അതിൻ്റെ ബലൂണിന് കിട്ടിയതാണ്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ പതിയെ ടെറസിൽ വൈകുന്നേരം ആയാൽ ടെറസിൽ കയറി പോകണം. അപ്പം അവനറിയാം, അവൻ പോകുന്ന ടൈം ആകുമ്പോൾ അവൻ തന്നെ നമ്മളെ വലിച്ചുകൊണ്ട് പോയി പൊക്കോളും. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. പിന്നെ മേളിൽ കയറി വന്നു കഴിഞ്ഞപ്പം പനിക്കൂർക്കും കറ്റാവാക്കിയൊക്കെ വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇല്ലെങ്കിൽ പിന്നെ അവൻ എപ്പോഴും ട്രേക്ക് ഉള്ളിൽ വെച്ചേക്കുന്ന ഇതിന് മാത്രം കൊണ്ട് വെള്ളം ഒഴിച്ച് അതിനകത്ത് മണ്ണൊക്കെ തയ്യാറായിട്ടുണ്ട്. വോയിസ് ഓവറിൻ്റെ ഇടയ്ക്ക് വന്ന് വെച്ചെടുക്കുന്നതാണ് കേട്ടോ. ഈ കറ്റാർവാഴയുടെ ചുവട്ടിൽ ഒരുപാട് തൈ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നിർത്തിയേക്കുന്നത്, കളയണ്ടല്ലോ എന്നോർത്ത്. ആ ട്രെയിലേത് പിടിക്കുവാണെങ്കിൽ അതിനകത്ത് മണ്ണ് കുറവായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പിടിക്കുവാണെങ്കിൽ ബാക്കി പതിയെ മാറ്റി വെക്കാമെന്ന് ഓർത്താം. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പം നല്ല രസം ഇവിടെ നിൽക്കാൻ, കാറ്റ്, നല്ല കാറ്റുമുണ്ട്, നല്ല റിലാക്സിങ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് പണ്ട് ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ യൂസ് ചെയ്തൊരു ബെഡ് ഉണ്ടായിരുന്നു. ആ ബെഡിൽ അവനെ പകലൊക്കെ കിടത്തുകയൊക്കെ ചെയ്തിരുന്ന അതിലവൻ മൂത്രം ഒഴിച്ചിട്ട് ഭയങ്കര സ്മെല്ലായതുകൊണ്ട് ഞങ്ങളത് വെയിലത്തെടുത്തിട്ടിരുന്നത്. പിന്നെ അത് എത്ര ദിവസം വെയിലത്തിട്ടിട്ടതങ്ങ് സ്മെല്ല് പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് വേണമെന്ന് വെച്ചു. പിന്നെ അധികം അതിൽ കിടക്കാനും കൊള്ളത്തില്ല കേട്ടോ. അത് കിടക്കുമ്പോൾ ഭയങ്കര ബാക്ക് പെയിനും ഇതൊക്കെ കൊള്ളില്ല ആ ബെഡ്. പിന്നെ അത് മാറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചായം വന്നിട്ടുണ്ട്. ഒരു 6 മണിക്ക്, ഇപ്പോൾ ഒരു 6 മണിക്ക് ആകാറായിട്ടുണ്ടോ. ഇച്ചായം വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചായം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഇച്ചായൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. അവിടെ ഒരു ടയർ, വണ്ടിയുടെ ഒരു ടയർ മാറ്റിയതിൻ്റെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ ഇരിക്കാൻ സെറ്റ് ചെയ്യാന്നോർത്ത് എടുത്തോണ്ട് വെച്ചതാണ്. അപ്പോൾ അവനത് ഉന്തിക്കൊണ്ട് നടക്കും എപ്പോഴും. അപ്പോൾ ഇച്ചായം വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചായൻ്റെ കൂടെ അതും എടുത്ത് കുറേ നേരം കളിച്ചുകൊണ്ട് നടന്നുണ്ടോ. ഇച്ചായം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വർഗം കിട്ടിയ പോലെയാ. ഒരുപാട് നേരം അപ്പയുടെ കൂടെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അതിനിടയിൽ കയ്യിലെന്തോ പറ്റിയെന്നും പറഞ്ഞ് കൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചാനും ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ അവർ എന്നെപ്പോലുള്ളൂ ഫുൾ ടൈം കാണുന്നില്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടം അപ്പയുടെ കൂടെ. ഞാൻ എപ്പോഴും ഉള്ളതുകൊണ്ട് അവനത്ര ഇതൊന്നുമില്ല. പിന്നെ അപ്പേനെ എപ്പോഴും കൈ കിട്ടില്ലാത്തതുകൊണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാലും രാത്രിയിലാണേലും പിന്നെ അവൻ ഫുൾ ടൈം അപ്പയുടെ കൂടെ കളിയായിരിക്കും. കളിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പയെ അതനുസരിച്ച് അവൻ്റെ കൂടെ കളിച്ചോളും. സ്പീഡിൽ തള്ളണം. നോ നോ ഇപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേനും ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിപ്പോകാറായപ്പോൾ ഇതിലും ഭംഗിയുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് ഇതിലിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. ഓപ്പോസിറ്റ് വീട്ടിലെ ടെറസിലാണ് അവിടുത്തെ അമ്മാമ്മയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും ടെറസിൽ കയറുമ്പോൾ കാണും, വർത്താനം പറയുക ചെയ്യും. ഇവനുമായിട്ടും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പം അമ്മാമ്മ അതിൽ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഇവൻ അപ്പം നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ അപ്പനെ എടുത്തോണ്ട് നടക്കും. നല്ല കാലയിൽ ഇങ്ങനെ പിടിച്ച് കുറേ നേരം അങ്ങനെ നടക്കും. അവർ രണ്ടുപേരുടെ ഇങ്ങനെ കുറേ നേരം കളിച്ച് അതിലേക്ക് നടന്ന് ആ ടൈമൊക്കെ ഞാൻ വെറുതെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നടന്നു. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.